LGS PYQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ LGS 2023 നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? 2020 നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഇമ്മാനുവൽ ഷാർപെൻറ്റിയർ. കറുത്ത മണ്ണ് കാണുന്ന ജില്ല പാലക്കാട്. കറുത്ത മണ്ണ് കാണുന്ന ജില്ല പാലക്കാട്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിന് വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ആര്യസമാജം. ദയാനന്ദ സരസ്വതി സ്വാമി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ആര്യസമാജം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങളാണ് മതേതരത്വം, സ്ഥിതി സമത്വം. മതേതരത്വം, സ്ഥിതി സമത്വം. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആശയങ്ങളാണ് മതേതരത്വവും സ്ഥിതി സമത്വവും. മൈക്കലാഞ്ചലോയുടെ ലാപ്പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം എന്താണ്? കരുണ. മൈക്കലാഞ്ചലോയുടെ ലാപ്പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥമാണ് കരുണ. സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം അരുൺ ഗോയൽ. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനിലെ പുതിയ അംഗം അരുൺ ഗോയൽ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1-3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗാന്ധിജി ആകെ പങ്കെടുത്തത് ഏതിലാണ്? 2-ാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ്. അപ്പം അതാണ് ശരിയായ പ്രസ്താവന. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? 1-ാമത്തെ പ്രസ്താവന എന്താണ്? നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. അത് ശരിയാണ്. 2-ാമത്തെ ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു. ബർദോളി സത്യാഗ്രഹം ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു. കർഷക സമരവും ആയിരുന്നു. 4-ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. അതാണ് തെറ്റ്. അപ്പോൾ ആൻസർ 4 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ 34ാമത്തെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തിയാണ് ശ്യാം ശരൺ നേഗി. മനുഷ്യരിൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? മനുഷ്യൻ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? കോമ്പല്ല്. റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് സത്യപാൽ മല്ലിക് ആൻഡ് സൈഫുദ്ദീൻ കിച്ലു. സത്യപാൽ ആൻഡ് സൈഫുദ്ദീൻ കിച്ലു. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന കേരള ഗവൺമെൻറ് പദ്ധതി ഏതാണ്? താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന കേരള ഗവൺമെൻറ് പദ്ധതിയാണെന്ത്? താലോലം. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണെന്ത്? മെഡിസെപ്പ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഏതാണ്? ദിശ. ദിശയാണ്
ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. 1962 ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം എന്താണ്? ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. ദലൈലാമയ്ക്ക് അഭയം നൽകിയത് കൊണ്ടാണ് 1962 ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ കാരണം. കേരളം ഇപ്പോൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? 14. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 24ാമത് ഗവർണറായി 2016 സ്ഥാനമേറ്റത് ഊർജിത് പട്ടേലാണ്. റിസർവ് ബാങ്ക് ഗവർണർ 24ാമത്തെ ഗവർണറായിരുന്നു ഊർജിത് പട്ടേൽ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥയാണ് ഗ്രീഷ്മം. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ അടിസ്ഥാനമാക്കി മെയ് ജൂൺ മാസങ്ങളിൽ കാണുന്ന കാലാവസ്ഥയാണ് എന്ത്? ഗ്രീഷ്മകാലം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? 3. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിക്കാം? 3. ആനമുടിയുടെ ഉയരം എന്താണ്? 2695. ആനമുടിയുടെ ഉയരം എന്താണ്? 2695. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? മറയൂർ. ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ കേരളത്തിൽ കാണുന്നത് എവിടെയാണ്? മറയൂർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല? കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്? ബാമർ. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ബാമർ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. PC മഹലനോബിസ്. പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ. ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാണ്? പെരിയാർ. ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? മാത്യു തരകനെ സംരക്ഷിച്ചു. അതായത് തിരുവിതാംകൂറിലെ ദളവയായിരുന്നു, മെക്കാളയുമായി ശത്രുതയിലുമായിരുന്നു, പക്ഷെ മാത്യു തരകനെ സംരക്ഷിച്ചു എന്നതാണ് ചേരാത്ത പ്രസ്താവന. എന്തായിരുന്നു? തിരുവിതാംകൂറിലെ ദളവയായിരുന്നു, മെക്കാളയുമായി ശത്രുതയിലുമായിരുന്നു. തന്നിരിക്കുന്നതിൽ വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? അരുൾനൂൽ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തിയാണ് PB സാവന്ത്. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി ആരാണ്? PB സാവന്ത്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാട്. കേരളത്തിൽ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശം ഏതാണ്? ഇടനാട്. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? റെയിൽവേ. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? റെയിൽവേ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിൽ.
1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ജനറൽ ഭക്ത് ബഹദൂർ ഷാ രണ്ടാമനുമാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ജനറൽ ഭക്ത് ബഹദൂർ ഷാ രണ്ടാമനും. പിൻതേതിയിട്ട ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടത് ആരൊക്കെയാണ്? ഗാന്ധിജി, ക്രിപ്സ് മിഷൻ. പിൻതീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഗാന്ധിജി, ക്രിപ്സ് മിഷൻ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അതിലൊന്ന് ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരവും, പിന്നൊന്നെന്താ, മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നും. 1ഉം 3ഉം ആണ് കറക്റ്റ് അല്ലേ? മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ എപ്പോഴാണ് ആയത്? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരവും മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ തോൽവിയെ തുടർന്നും ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതി പീച്ചി. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ഏതാണ്? ആലട്ടി ചുരം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം ആലട്ടി ചുരം. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്? ഉത്തർപ്രദേശ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് വാർട്ടൺ ഗർത്തം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണെന്ത്? വാർട്ടൺ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദിയാണ് പാമ്പാർ. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? പാമ്പാർ. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത് തൂവൽ കെട്ടുപോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സിറസ്. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത് തൂവൽ കെട്ടുപോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? സിറസ്. ഇന്ത്യയിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പി.ടി. ഉഷ. ഇന്ത്യയിൽ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി പി.ടി. ഉഷ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽച്ചെടി സുന്ദരിക്കണ്ടൽ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽച്ചെടി സുന്ദരിക്കണ്ടൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂര്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. സോഡ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. സോഡ കുപ്പികൾ തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരെന്താണ്? കമ്പനം. മ്യൂകോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാക്ക് ഫംഗസ്. മ്യൂകോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്ലാക്ക് ഫംഗസ്. കോവിഡ്-19 ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? കോവാക്സിൻ. കോവിഡ്-19 ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? കോവാക്സിൻ. എംഫൈസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം. എംഫൈസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം. ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരനിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകം ഏതാണ്? പ്രോട്ടീൻ.
പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നതാണ് പ്രോട്ടീനിന്റെ ധർമ്മം. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. 2 ശരിയാണ്. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. 2ഉം 4ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. കേരള സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യങ്ങളിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഏത് വിളയുടെ വിത്താണ്? പാവൽ. പ്രിയങ്ക ഏതിന്റെ വിത്താണ്? പാവൽ. ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ. ഈച്ച പരത്തുന്ന ഒരു രോഗം ഏതാണ്? കോളറ. ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ഇൻസുലിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ചീര. ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ഏതാണ്? ചീര. മന്ത് പരത്തുന്ന ജീവി കൊതുക്. മന്ത് പരത്തുന്ന ജീവി കൊതുക്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് എയ്ഡ്സ്. രോഗപ്രതിരോധ ശേഷി കുറയുന്നു. എയ്ഡ്സിന്റെ പ്രത്യേകത എന്താണ്? രോഗപ്രതിരോധ ശേഷിയാണ് അത് ബാധിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ് ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാക്കുന്ന രോഗമാണ് എന്ത്? എയ്ഡ്സ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ആണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ആണ്. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഹരിതസസ്യങ്ങൾ. ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യ കണ്ണി ഏതായിരിക്കും? സസ്യങ്ങൾ, ഹരിതസസ്യങ്ങൾ. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ശ്വാസകോശം. സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവം. ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് എന്താണ്? ഹരിത വിപ്ലവം. ആദ്യത്തെ 80 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ PYQം ശ്രദ്ധിച്ച് കാണുക. ഏത് ഭാഗത്താണ് ഏത് ക്വസ്റ്റ്യനാണ് അറിയാത്തത് എന്ന് എഴുതി വെക്കുക. അതിനുശേഷം ആ ഭാഗം നന്നായി പഠിക്കുക.